നമസ്കാരം. ഊണിനൊപ്പം ഒരു സൈഡ് ഡിഷായി വിളമ്പാൻ പറ്റുന്നതും അച്ചാറ് പോലെ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 8 വറ്റൽ മുളക് ഇടുക. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വയ്ക്കേണ്ടത്. 8 മുളക് ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും. അതുകൊണ്ട് എരിവ് കുറവ് വേണ്ടവർ മുളകിൻ്റെ എണ്ണത്തിൽ കുറവ് വരുത്തുക. ഈ ഉണക്കമുളക് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വേണം ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കാനും മറക്കരുത്. ഇതിപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഉണക്കമുളക് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഉടൻ തന്നെ ഈ ഉണക്കമുളക് പാനിൽ നിന്നും മാറ്റുക. പിന്നീട് അതേ പാനിലേക്ക് 1 കപ്പ് ക്ലീൻ ചെയ്ത ഉണക്കച്ചെമ്മീൻ ചേർക്കുക. ഇതും തുടർച്ചയായിട്ട് ഇളക്കി ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇത് തലയും വാലും കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വീണ്ടും ഉണക്കിയെടുത്ത ഉണക്കച്ചെമ്മീനാണ്. എല്ലായിടത്തും ചെമ്മീൻ ഇങ്ങനെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നതിന് തലയും വാലും ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റായി കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന പരുവത്തിൽ വേണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇവിടെയും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏകദേശം 6-7 മിനിറ്റ് നേരം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ കയ്യിലെടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയുന്നുണ്ട്. ഈ പരുവത്തിനാവുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഉടൻ തന്നെ പാനിൽ നിന്നും ഇത് മാറ്റുക. പിന്നീട് അതേ പാനിലേക്ക് തേങ്ങ ചിരണ്ടിയത് 2 കപ്പ്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ചെറിയുള്ളി 5 എണ്ണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, കുറച്ചേറെ കറിവേപ്പില, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചിടുക. ഇനി തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ. നമ്മൾ സാധാരണ വറുത്തരച്ച കറിക്കൊക്കെ റോസ്റ്റ് ചെയ്യുന്നത് പോലെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്യരുത്. മറിച്ച് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കാനും മറക്കരുത്. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട്. തേങ്ങ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരുപാട് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് തന്നെ അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഉണക്കമുളകും ചെമ്മീനും ചേർക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കണം. ഈ പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂട് കുറഞ്ഞു കിട്ടും. ചൂടാറിയ ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പോൾ ഇത് വളരെ ഫൈനായിട്ട് പൊടിക്കരുത്. നേരെ മറിച്ച് അല്പം തരിയോടുകൂടി പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുക. ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം കേടുകൂടാതിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.